ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ റീ രജിസ്ട്രേഷൻ ഏപ്രിൽ 30 കൊണ്ട് തീരുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിന് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, കാർഡ് മിസ്സായിപ്പോയി, പിന്നെ ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സും മെസ്സേജും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് ഓർക്കുന്നില്ല, എന്നാലും ഞാൻ പറയാം, എനിക്കറിയാമെന്നൊക്കെ പറയാം. കാർഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ ഒരു നമ്പറുണ്ട്. ആ നമ്പർ കൊണ്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് ഏതാണോ അവരോട് നമുക്ക് പോയാൽ മതി. ഇതൊന്ന്. രണ്ടാമത് എന്ന് വെച്ചാൽ ജോലി കിട്ടുന്നില്ല 30 വയസ്സായി 40 വയസ്സായി എന്നിട്ട് എനിക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒഴിവ് വരുമ്പോഴത്തേക്കിനാണ് നമ്മളെ അവർ വിളിക്കുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഞാനിപ്പോൾ ഗൾഫിന് പോയി, ഞാൻ എംപ്ലോയ്മെൻറ്റ് എല്ലാം രജിസ്റ്റർ ചെയ്തു, ഞാനിപ്പോൾ ഗൾഫിന് പോയി, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ കൂടെ കിട്ടുന്ന ജോലി വേണ്ട, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ, ഇപ്പം കുറേ പേര് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ എനിക്ക് വരുമ്പോൾ എനിക്ക് ജോലി വേണ്ട, ഞാൻ പോയി അവിടെ എഴുതി കൊടുക്കണം എനിക്ക് ഇങ്ങനെ ഒരു ജോലി വേണ്ടെന്ന്. ഒരു വേക്കൻസി ഉള്ളിടത്ത് എന്നെ വിളിച്ചു, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു. അപ്പോൾ ടൈം ലാഗ് വരുവാണ്. ഞാൻ പോയി എഴുതി കൊടുത്ത് അടുത്ത ആൾക്ക് വരുമ്പോഴത്തേക്കിന് ടൈം ലാഗ് ആവുകയാണ്. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. പിന്നെ മൂന്നാമത് വന്നൊരു കമൻ്റ് എന്ന് വെച്ചാൽ ജോലി കിട്ടും, അത് ക്ലീനിങ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കിട്ടുള്ളൂ എന്ന്. ശരിക്കും നമ്മൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ക്ലീനിങ് എന്ത് ജോലിയും ചെയ്യാനായിട്ട് ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഫോം കൂടെ നമ്മളവിടെ എഴുതി കൊടുക്കുമ്പോഴത്തേക്കിനാണ് അതും ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ ജോലി കിട്ടുന്നത്. അല്ലാതെ നമ്മൾ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്ത ഉടനെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുകയല്ല ചെയ്യുന്നത്. വേറൊരു കമന്റാണ്, നമുക്ക് ഓൺലൈൻ കൂടെ ചെയ്യാൻ പറ്റുമോ, അത് എംപ്ലോയ്മെന്റിൽ പോകണമെന്ന്. നമുക്ക് ഓൺലൈൻ കൂടെയും പോയി ചെയ്യാൻ പറ്റും, നമുക്ക് എംപ്ലോയ്മെന്റിൽ പോയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഫസ്റ്റ് അക്ഷയയിൽ പോയപ്പോഴത്തേക്കിനാണ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞത് എംപ്ലോയ്മെന്റ് മാത്രം പോയാൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇപ്പം മാക്സിമം അക്ഷയയിലൊക്കെ പോയി ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്, ഇപ്പം 10th ആണ് ചെയ്യാൻ പോകുന്നവർ 10th SSLCയുടെ സർട്ടിഫിക്കറ്റ് മാർക്ക് കാർഡ്, നമ്മുടെ A+, B+, ആ ഒരു സംഭവം വേണം. +2 ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് കാർഡും വേണം, നമ്മുടെ MG യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും വേണം. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, കാർഡ് മിസ്സായെന്നോർത്ത് ആരും പാനിക് ആവണ്ട, നിങ്ങളുടെ കയ്യിലുള്ള SSLC സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം പോയാൽ മതി. പിന്നെ ഈ 30ാം തീയതി ഏപ്രിൽ 30-ന് മുമ്പ് തന്നെ നിങ്ങൾ മാക്സിമം റിന്യൂ ചെയ്യേണ്ട ഡേറ്റിൽ റിന്യൂ ചെയ്യാത്തവർ ഉറപ്പായിട്ടും പോയി റിന്യൂ ചെയ്യുക. അപ്പോൾ ബൈ.